കിടക്കല്ലേ കിടക്കല്ലേ, മരുന്ന് കഴിക്കാനുണ്ട്. അലക്സ്, അലക്സ്. ആ അലക്സ്, ലൈഫിലെ എന്തെങ്കിലും ഒരു നല്ല മൂമെന്റ് ഈ ക്യാമറ ഇല്ലാതെ എൻജോയ് ചെയ്ത ഓർമ്മ ഉണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് മറിച്ചു പോകും വെച്ചിട്ടല്ല അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ശ്ശോ. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തൊട്ട് അലക്സ് അങ്ങനെയാ. ഇനി വേണ്ട, ഇനി തൊട്ട് നല്ല നല്ല മൂമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. ആ We should live in the moment. ഫ്യൂച്ചറിനെ പറ്റി പേടിക്കും വേണ്ട. പാസ്റ്റ് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുകയും ചെയ്യരുത്. ലീവ് നാ. കമോൺ അലക്സ്, ഈ ഒരു സെക്കൻഡിൽ ജീവിക്കും. നമ്മുടെ ലൈഫിൽ നടന്ന് നമ്മുടെ ഇതേപോലത്തെ ഒരു നല്ല സെക്കൻഡ് ഒന്ന് ഓർത്തെടുക്കാം. എന്നിട്ട് ആ ടൈമിൽ നമുക്കുണ്ടായ വികാരം, ഇമോഷൻ ഈ മൂമെന്റിലേക്ക് കൊണ്ടുപോവാം. ലൈക്ക് ദിസ്. ഈ മെത്തഡ് ആക്ടിംഗ് ഒക്കെ ഇങ്ങനെയല്ലേ? എനിക്കറിയില്ല. എനിക്കും. അലക്സ്, എനിക്ക് പേട വേണം. നോർമൽ പേട അല്ല, ചതുർത്ഥിയിൽ സിൽവർ കോട്ടിംഗ് ഉള്ള. അല്ലെങ്കിൽ ജിലേബി കളിക്കാം. അലക്സിന് എന്താ വേണ്ടേ? കണ്ണിക്ക് ഉപ്പലേശം കൂടുതലാ കേട്ടോ. എനിക്ക് കാണാൻ വേണ്ടി നാട്ടിലെ പട്ടിയും പൂച്ചയും ഷൂട്ട് ചെയ്ത് കൊണ്ട് വരണ്ട. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലീവ് നൗ. ഒന്നുക്കൊന്ന് നേരെ നേരെ അങ്ങനെ അങ്ങനെ. ചേട്ടാ ചേട്ടാ മാലയൊക്കെ ഇടുന്നുണ്ടോ? അത് രജിസ്റ്റർ ആണ്, രജിസ്റ്റർ ആണ്. ഓക്കെ ഓക്കെ, പോസ് ഓക്കെ അല്ലേ? ആ പോസ് റെഡിയാണ്. അങ്ങനെ അങ്ങനെ തന്നെ മാറില്ലേ ചേട്ടാ? ഈ പോസ് എങ്ങനെ ഉണ്ടാവും? മാറില്ലട്ടോ, അവിടെ തന്നെ നിന്നോ. ഒറ്റ പോസ് കൂടെ. പള്ളിക്കപ്പുറത്തെ ലൊക്കേഷൻ വേറെ ഉണ്ട്. ചേട്ടാ ഫോട്ടോ ഒന്ന് കാണിക്കോ? ആ അതിനെന്താ, അത് നല്ല ഫോട്ടോ ആ ഈ പിക്ക് കൊള്ളാം. ആ ഇത് വെച്ചു. എന്നാ പിന്നെ ഞാൻ ഇതുകൂടെ വെച്ചു. ആ ശരി, അടുത്ത വർക്കിന് കാണാം. ആ
Yay! Alex is here. അലക്സ്, ഇങ്ങനെ ഒരു റോൾ എനിക്ക് ചെയ്യണം. ഈ ജന്മന ഫിസിക്കലി ഡിസേബിൾഡ് കുട്ടികളുടെ അമ്മയായിട്ട് ഒരു പോയിന്റ് എത്തിയിട്ട് അനങ്ങാൻ ആവാതിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിലാവും. പെയിൻ ഈസ് ബിഗർ ദാൻ ദ ഗോഡ്. അതെന്താ അലക്സ്, ക്യാൻസർ വാർഡിലൊന്നും കണ്ണാടിയില്ലാതെ സ്വന്തം രൂപം കണ്ട പേടിക്കുമെന്നെ വെച്ചിട്ടാണോ? അതൊക്കെ ഒരു തോന്നല. എന്നെ കണ്ട് ആൾക്കാർ പേടിക്കുക അലക്സ്. എല്ലാവർക്കും കണ്ണും മൂക്കും വായും തന്നെയൊക്കെ അല്ലേ ഉള്ളൂ. എന്നിട്ടും എല്ലാവരുടെയും മുഖം ഡിഫറെൻ്റ് അല്ലേ? അതുപോലെ തന്നെ അല്ലേ ഇതും? എൻ്റെ അഭിപ്രായത്തിൽ 180% നമ്മൾ പുറത്തേക്കാണ്. എന്നാലേ അതിൻ്റെയൊക്കെ ഒരു വീട്ടിലേക്ക് എത്തുള്ളൂ. എന്ത് ചുമ്മാ വരുന്നത്? അലക്സ്, ഇങ്ങോട്ട് നോക്കാം. ഷൂട്ട് ചെയ്യുവാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യനായ മനുഷ്യൻ ആരാണെന്നറിയോ? ദാറ്റ്സ് യു അലക്സ്. കാമുക്ക് വേണ്ടി സ്വന്തം നാടും കുടുംബവും ഫ്രണ്ട്സിനെയും പാഷനും എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ടും മനസ്സമാധാനമായി ജീവിക്കാൻ വയ്ക്കുമ്പോഴേക്കും സ്വന്തം ഭാര്യയായി ഈ ലോകത്തെ ഇല്ലാതെ അസുഖങ്ങളൊന്നുമില്ല. എനിക്കിനി വയ്യ അലക്സ്. ഇനി എനിക്ക് തരാൻ പോകുന്ന ഫുഡിൽ എന്തിലും ആഡ് ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും കഴിക്കും അത് കുഴച്ചുള്ള അലക്സ്. ഹായ് ഗായ്സ്, ഇത് ഞാനാണ് നിങ്ങളെ അമ്മ. You are wrong, Adu. ഈ ലോകത്തെ എല്ലാം നിനക്ക് തെറ്റിടൂ. മാത്രമേ ലോകത്തെ എനിക്ക് എത്തുമുള്ളൂ. നിങ്ങൾ തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഇത്. അലക്സ്, എനിക്ക് പേട വേണം. നോർമൽ പേട അല്ല, ചതുർത്ഥി സിൽവർ കോട്ടിംഗ് ഉള്ള. അല്ലെങ്കിൽ ജിലേബി കഴിക്കാം. അലക്സിന് എന്താ വേണ്ടേ? കണ്ണിക്ക് ഉപ്പലേശം കൂടുതലാ കേട്ടോ. എനിക്ക് കാണാൻ വേണ്ടി നാട്ടിലെ പട്ടിയും പൂച്ചയും ഷൂട്ട് ചെയ്ത് കൊണ്ട് വരണ്ട. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.